സോ ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാർ ഫോർ സെയിൽ സിമുലേറ്ററിന്റെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ബിസിനസ് സീരീസസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോകൾ ഇങ്ങനെ കാണുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യും. ഇപ്പൊ ഷോപ്പ് ക്ലോസ്ഡ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 7500 രൂപയുണ്ട്. നമ്മൾക്ക് ആദ്യം നമ്മുടെ സാധനം നമ്മുടെ പേര് മാറ്റണം. ആദ്യം പേര് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ചാനലിന്റെ പേര് SKPS, പിന്നെ കാർസ് ഏതാ പൊളിച്ചില്ലേ അല്ല, പിന്നെ അത് പൊളിച്ചു ആടാ. പിന്നെ ഇതിനൊക്കെ എന്റെ പൊന്നെ, ഇതൊക്കെ പിന്നെ ചെയ്യാട്ടോ. ഇതൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഏത് സപ്പോർട്ട്സ് യു ക്യാൻ ഡിലീറ്റ് വേണ്ട. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഇത്ര മതി. ഇനി നമുക്ക് എന്തായാലും വണ്ടി വാങ്ങിക്കണ്ടേ. അപ്പൊ നമുക്ക് ഇനി വണ്ടി വാങ്ങിക്കാൻ പോകും. ഓക്കെ, നമുക്ക് നൈബർഹുഡിലോട്ട് പോവാം. ഓക്കെ, ഈ വണ്ടിക്ക് എത്ര രൂപ? ഇതിനെന്തായാലും നല്ല വിലയായിരിക്കും. 3000 രൂപയുള്ളൂ ബ്രോ. നോ പ്രോബ്ലം. ഓക്കെ, യു ഫൗണ്ട് പാർട്ട് എക്സോസ്റ്റ്. നമുക്ക് ഇത് എന്തായാലും ഗാരേജിൽ ഇടാം. ഇനി നമ്മുടെ 3000 രൂപ കൂടെ ബാക്കിയുണ്ട്. അതിനൊരു നല്ല വണ്ടി. ഈ വണ്ടിയൊക്കെ എടുത്ത പണിയോ. ഇത് നോക്കാം. ഓക്കെ, നമ്മുടെ 3365 രൂപയുടെ വണ്ടി നമ്മുടെ 3659 രൂപ ബ്രോ. ശബ്ദം നോക്ക് ഗൈസ്. ശബ്ദം അയ്യോ. നമ്മുടെ ഗാരേജിലോട്ട് പോവാം, നമുക്ക് വണ്ടി പണിയാം. ഓക്കെ ഈ സാധനം ഇവിടെ ഇടല് വലിയൊരു പാടാണ് ഗൈസ്. എനിക്ക് ഇഷ്ടല്ല. അയ്യോ എന്തുവാ. ഓക്കെ, ക്യാമറ ഇടാം. ഓക്കെ, വണ്ടി ഓഫ് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. ഓക്കെ, ആളെടുത്ത് പറയാം. നോ പ്രോബ്ലം. എന്നാ പിന്നെ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഒരു പ്രോബ്ലം ഇല്ലാത്ത വണ്ടിയൊക്കെ നമുക്ക് കിട്ടിയേക്കണേ. വണ്ടി പോണു. വണ്ടി അവിടെ കിടക്കട്ടെ. ഈ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് വെച്ചാൽ 169 രൂപയുടെ പണിയുണ്ട്. എക്സോസ്റ്റ് ഒക്കെ ഏതാ ഒക്കെ പണി തീരട്ടെ. നമുക്ക് എന്നിട്ട് ഇപ്പൊക്ക് നമുക്ക് ഇതിന്റെ കളർ മാറ്റിട്ട് ഏത് ഏതാ ശബ്ദം അല്ലേ? സെറ്റപ്പ് ശബ്ദല്ലേ?
നമുക്ക് ഇങ്ങോട്ട് കയറ്റാം ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മൾ ഇത്തിരി നേരം മിണ്ടാണ്ടിരുന്നു, അറിയത്തില്ല ഞാൻ എന്തോ അലച്ചു പോയി. അപ്പൊ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. വണ്ടിയുടെ ഇട്ടിയും അല്ല ഒന്നും അല്ല ഗൈസ്, അതായത് വണ്ടി പവറേഷാണ്, നോ പ്രോബ്ലം. അയ്യോ ഏത് കോഴിക്കോടൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ കൊറേ നേരം റെക്കോർഡ് ചെയ്തതാ, പിന്നെ എന്താന്ന് അറിയത്തില്ല, ഗെയിമിന് ചെറിയൊരു ഇതുണ്ടായി. നമുക്ക് തിരിച്ചു പോവാം. എന്തൊരു റോങ് വേ, എന്തോ ആടാ ഇത്. അമ്മാനച്ചന്റെ വീട്ടിൽ കയറി പോണ പോലെ ഉമ്മാരൊക്കെ പോണു. വണ്ടി പോണു. അല്ല പിന്നെ മച്ചാനെ വണ്ടി സെറ്റല്ലേ? ഓക്കെ, അതെ വണ്ടി. ഓ ഇതിന്റെ ശബ്ദം വേറെ ലെവല്. ഏതാ വണ്ടി എന്റെ മോനെ, പവറേഷ് കണ്ടിട്ടാ സത്യം പറയല്ലോ, സത്യം പറയല്ലോ കേസ്, ഇത്ര പ്രതീക്ഷിച്ചില്ല. ഓ ഡ്രൈവറെ കണ്ട പോയി. വണ്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതാണ് കാര്യം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടി ചെറുതായിട്ട് നമുക്ക് പണിയാണ്ട്. ഓക്കെ ഗൈസ്, ഈ വണ്ടി നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഇടാം. ഇത് വണ്ടിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിപ്പോ. ഓക്കെ, ഇവിടെ ഇടാം. മറ്റേ വണ്ടി നമുക്ക് കൊണ്ട് എന്താ പറയാ വിൽക്കാൻ കൊണ്ടിടാം. വണ്ടി ഓഫ് ചെയ്യാം, സാധനം ഇവിടെ കിടക്കട്ടെ. മറ്റേ വണ്ടി നമുക്ക് വേഗം പോവാം. ഇതിന്റെ ശബ്ദം നോക്കാം, അതിന്റെ ശബ്ദം. ഇവിടെ കൊണ്ട് വർക്ക് ചെയ്യാം. ഇവിടെ വർക്ക് ചെയ്തിടാം. സത്യം പറഞ്ഞ ഞാൻ ഇതൊരു കാര്യം മനസ്സിലാക്കിയേ, ഇതിന്റെ ഡ്രൈവർ എങ്ങോട്ട് പോയേ, ഞാൻ മറന്നു. ഇതിപ്പോ എവിടെങ്ങ നമ്മളെ മറ്റേ വണ്ടി എടുക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് നേരെ എന്താ പറയാ കാർ വാഷ് ജങ്കാടി പോയാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്. ഇത് നമുക്ക് ഇനി കാർ ടൂണിങ്ങിന്റെ അങ്ങോട്ട് പോണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ഇങ്ങനെ പോവാം. വണ്ടി പൊട്ടലൊക്കെ ഉണ്ട്, സെറ്റപ്പ് വണ്ടിക്കാണ്, കൊഴപ്പൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത വണ്ടി. ഇത് ജങ്കാട് തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇവര് പറയണത് അനുസരിച്ച് എന്തൊക്കെയോ എന്തോ ഒരു ഇതുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സാധനം എടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുത്ത് പൈസ ഒക്കെ വാരാന്നൊക്കെയാണ് പറയണേ. ബ്രോ യു ഹാവ് എ മെറ്റൽ ബ്രോ, ഈ കാർ എടുത്തോ ബ്രോ. എന്റെ പൊന്നെ, ഇതിപ്പോ ഇവിടെ വേറെ മെറ്റലുകളൊന്നും കാണാനില്ല. ഷീറ്റിന്റെ ഒക്കെ കളർ നോക്കിയ ഗൈസ്, സ്പീഡ് നോക്കാം നമുക്ക്. ഏതാ സ്പീഡ്, ഏതാ പവർ എന്ന് പറഞ്ഞ പവർ. പക്ഷെ ഇവിടെ ഒന്നും കടകളില്ല, സോ
Let us go. പവറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇനിയിപ്പോ ഈ വണ്ടി ടേർട്ടിക്കാനാണോ? എല്ലാം ചെയ്ത് നമ്മളെ ഷോറൂമിൽ കൊണ്ടുവിടും. ഏതാ പവർ? ഈ ഗെയിം അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം. ആ വണ്ടിക്ക് ഇതിപ്പോ എന്താ ഈ വണ്ടിക്ക് പിന്നെ എന്താ അവിടെ ഇവിടെയും കറുപ്പും ഇവിടെ ഗ്രേയും അതൊക്കെ എന്താ പ്രോബ്ലം അല്ലേ? അയ്യോ തട്ടി വണ്ടി തട്ടി. നമുക്ക് തിരിച്ചു പോവാം. എന്താണെന്ന് അറിയത്തില്ല, വണ്ടിക്കൊരു പ്രശ്നമില്ല എന്നാണ് ഇവര് പറയണേ. ആവോ നമുക്ക് പറപ്പിക്കാം. വണ്ടി പറക്കൂട്ടാ, പക്ഷെ അതൊക്കെ വേറെ കാര്യം. വണ്ടി കാണാൻ എങ്ങനെയോ ഇരിക്കട്ടെ, വണ്ടി പറക്കലാണ്. പിന്നെ ശബ്ദം ഓട്ടാ അന്തസ്. നമുക്ക് പോവാ ഇങ്ങോട്ട്. കാർ പെയിന്റിങ് വീട്ടിൽ വണ്ടിക്ക് പ്രശ്നമായി. വണ്ടി ഇടിച്ചു. ഇത് ഹോണ്ടയുടെ മറ്റേ സിവിക് ആണ്, പഴയ മോഡലില്. എന്തൊരു കഷ്ടം. ഇതിപ്പോ കാർ വാഷിന്റെ സ്ഥലവും കിട്ടുന്നില്ല. ഇത് ഏത് സ്ഥലം? കാർട്ടൂണിങ് ഇത് ബ്രോ ഇതിവിടെ പ്രായതുണ്ട്. അയ്യോ ഞാൻ വന്നപ്പോ ആരോ കണ്ടതാ. നമുക്ക് വേഗം പോവാം. രാത്രി കഴിഞ്ഞ എന്താണെന്നൊരു പിടുത്തമില്ല ഇവിടെ. ഇപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം രാത്രി ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഉറങ്ങാൻ വരണം. നമുക്ക് ഉറങ്ങാം. അയ്യോ ഇടിച്ചിട്ടേൻ. അയ്യോ അതേ വണ്ടി പോണു. ഓക്കെ ഇനി നമുക്ക് പോവാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം 24,000 രൂപ. 24,000 രൂപ പ്രോഫിറ്റ് ആണ് നമുക്ക്. എന്റെ ലാണ് 134 രൂപ ഉള്ളല്ലേ. 134 രൂപ അല്ല, $134 ബ്രോ. എനിക്കറിയത്തില്ല എന്താണ്. നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് മറ്റേ അമ്മമാരൊക്കെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണേ. എന്റെ പൊന്നെ, കാറ് നല്ലോണം ഡാമേജ്ഡ് ആയി. ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ട്. ഓൾ പാർട്സ്. എന്റെ പൊന്നെ വീണ്ടും വീണ്ടും ഞാൻ തിരിച്ച് വണ്ടി എവിടെ വീണ്ടും പണിയായിരിക്കാണ്. ഈ വണ്ടിക്ക് വേറെ കളർ കാണും, എന്താണെന്നൊന്നും അറിയില്ല. നമ്മളതെ മച്ചാന്റെ പണിയൊക്കെ കഴിഞ്ഞു വണ്ടി ഇറക്കി. വണ്ടി ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ സ്വന്തം വണ്ടിയായിട്ട് എടുത്താലോ എന്നൊരു സംശയം. അമ്മാരി വണ്ടി അല്ലേ, നിങ്ങൾക്കും തോന്നിയില്ല ഗൈസ്? അതാണ് സെറ്റപ്പ് വണ്ടി. ഇത് ഞാൻ കണ്ട ഗെയിം ഇതുമായിട്ട് അതേ വീണ്ടും. എന്തൊരു ശോകം ലൈഫാണ് ഇത്. എന്തൊരു കഷ്ടാണ് നോക്ക് ഗൈസ്.
ഇപ്പൊ എന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുപോയ സാധന അപ്പോഴേക്കും അങ്ങോട്ട് കണ്ടകശനി കൊണ്ടേ പോവും. പണി വെച്ചാണേ പണി. മച്ചാൻ ഭയങ്കര തണുപ്പാണ്. അല്ല എന്റെ ഫ്രണ്ടിലല്ലേ പണി ചെയ്തിട്ടാണ് ഈ പിന്നീ നിന്നിട്ട് ആവോ എന്താണെന്നൊരു പിടുത്തമില്ല. ബാ നമുക്ക് എന്തായാലും വേഗം പോവാം. നമ്മള് പറഞ്ഞ പോലെ റെഡ് ബാറിൽ ഇതുവരെ പോയില്ല. നോക്കാം എന്താണെന്ന് ചെയ്യാൻ പറ്റിയ. വണ്ടി പിന്നെ പറക്കാണ്ടാ സാധനം. പറയുമ്പോ എല്ലാം പറയണ്ടേ. എന്റെ പൊന്ന് എന്തൊക്കെ ഞാൻ ഞെക്കണേ. ഒരു പിടുത്തവും ഇല്ല എനിക്ക്. ബാ നമുക്ക് ഇറങ്ങാം ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി അയ്യോ എന്തോ ആടെ ഇത്. ബാ ഗൈസ് നമുക്ക് എന്തായാലും ഇനി വണ്ടി സെയിലിടാം. ഹോണ്ട വിസിക്ക് സിവിക്കിനാണ് വിസിക്ക്. നമ്മുടെ ഫിയറ്റ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. അത് ഫിയറ്റ് പാണ്ടയോ ഏത് കാറടാ ഇത്. ഇത് മൊത്തം നമ്മുടെ 3000 ഹെഡ്ഫോൺ പോയി. 5000 രൂപ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഏത് അത്രേ ഉള്ളു സാധനം. പിന്നെ ഫ്യൂവലില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ സെറ്റപ്പ് വണ്ടിയാണ്. മറ്റേ വണ്ടി വിൽക്കാനിടുന്നുണ്ട്. ഹോണ്ട വിസിക്കേ മാനുവൽ സാധനം. ഇതെന്തായാലും നമ്മുടെ ഇന്നൊരു എനിക്ക് തോന്നണൊരു ഇത് ഒരു 5990. ഏത് അല്ല പിന്നെ പോണെങ്കി അങ്ങോട്ട് പോട്ടെ. അത്രേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ ആക്കി ഇത് പോവാം. ഇത് എടുക്കാം. ട്രാഷ് ത്രോ. ഓക്കെ ആ വണ്ടി ഇങ്ങനെ ഇട്ടിക്കണം. എന്തൊരു കഷ്ടം. കുഴപ്പമില്ല. ആൾക്കാർ വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോട്ടെ. വണ്ടി നല്ല പടക്കണ വണ്ടി. അയ്യോ ട്രാഷ് ക്യാൻ അവിടെയല്ല. പെടക്കണ വണ്ടി. ഇവിടെ ആരും വരുന്നില്ല. അതെ കസ്റ്റമർ എത്തി. ആ വണ്ടി ചേച്ചി പെടക്കണ വണ്ടി. ചേച്ചി ടോക്ക്. ഓക്കെ ഓ അതൊരു നല്ല പ്രൈസാണ്. വേറെ ആരും ഇല്ല. ഓക്കെ 999 രൂപ സാധനം 58 ഓൺലി പ്രോഫിറ്റ്. ഓക്കെ ഇവിടെയും ആള് വന്നിട്ടുണ്ട്. ഓക്കെ ചേച്ചി പറയൂ ചേച്ചി. അത് ചെറിയൊരു നോക്കേണ്ടതായിട്ടുണ്ട്. സാധനം 3000 ഇത് എന്തെങ്കിലും ആവട്ടെ. സാധനം അങ്ങോട്ട് കൊടുത്തു. അത്രേ ഉള്ളു. പണം പോട്ടെ പവർ വരട്ടെ. വണ്ടിയില്ല. അപ്പൊ എന്താണ്. അപ്പൊ നമ്മള് 10 രൂപ എന്തായാലും നമ്മള് കളയത്തില്ല. അപ്പൊ നൈബർഹുഡ് ഇവിടെ അങ്ങോട്ട് ബസ്സിലേക്കൊക്കെ പോവാൻ തനിക്ക് വട്ടല്ലേ. നൈബർഹുഡ് അയ്യോ നൈബർഹുഡിലേക്കുള്ള വഴി തെറ്റി. എന്തായാലും ഇപ്പൊ ഒരു $10 പോയാലും ഇപ്പൊ ഒരു കുഴപ്പമില്ല. ബാ ബസ്സിൽ പോവാം നമുക്ക്. അതെ ബസ് വന്നു. അപ്പൊ ഇന്നൊരു വണ്ടി വാങ്ങിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മെർക്ക് എന്റെ മോനെ വയ്യടാ. കാരവാൻ നമ്മുടെ ഇത് മറ്റേ ഈ സാധനം ഇത് മറ്റേ ചൈനീസ് വണ്ടിയല്ലേ. 23,000 രൂപ ഈ വണ്ടിക്കാ. എടുത്തിട്ട് പോടാ. ഇത് മറ്റേ സ്കോഡ
സ്കോഡയുടെ മറ്റേ അല്ലേ റോൺക്ക് 64,000 രൂപ ഈ വണ്ടിക്കാ. ഞാനൊന്നും പറയണില്ല. എന്റെ പൊന്ന് എല്ലാത്തിനും നല്ല വിലയാണ്. എന്തൊരു കഷ്ടത്. എനിക്ക് വണ്ടി ഇല്ല ഈ നാട്ടില്. എന്തൊരു കഷ്ടത്. ഇപ്പൊ ആർക്കൊന്നും ഇപ്പൊ എന്റെ പോക്കറ്റില് നിക്കത്തില്ല. ഓക്കെ അവിടേക്ക് വണ്ടികളുണ്ട്. ഓക്കെ നമുക്ക് നോക്കാം. ഇത് മറ്റേ ലെക്സസിന്റെ വണ്ടിയാണ്. യോട്ടോയ എന്ത് യോട്ടോയ ചൗപ്പ എന്ത് പേരാണ് യോട്ടോയ. ഏത് 12,000 രൂപ സാധനം സെറ്റായനെ. പക്ഷെ ഇത് 2,000 രൂപ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്. ഇതിപ്പോ എന്തായാലും 2,000 രൂപ കൊടുക്കാനായിട്ട് വാ. ഫൈനലി ഒരാളെ കിട്ടി. പൊന്നേ ഇത് കാണുമ്പോ മറ്റേ സിട്രോന്റെ വണ്ടി പോലെ അല്ലേ. ഈ വണ്ടി നമുക്ക് എന്തായാലും എടുത്തിട്ട് സാധനം അങ്ങോട്ട് കൊണ്ടുപോവാം. നമുക്ക് എന്തായാലും ബസ്സിൽ ഇവിടെ നിന്ന് പോവാം. ഇതാണ് ഗ്യാരേജ്. പിന്നെ എടുത്തിട്ട് ഇതേ നമ്മുടെ കാലം. അപ്പൊ അതായിരുന്ന ബ്രോ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എടുത്തിട്ട്? ഇവനാരാ? ഐ ആം സീയിങ് യു. പൊന്നെ വീക്കില് 500. എന്താണ് എനിക്ക് ഭ്രാന്താ? പ്രോബ്ലം നോ പ്രോബ്ലം. ആരൊക്കെ സംസാരിക്കണ ശബ്ദം? ബ്രോ എക്സ്ക്യൂസ് മീ. ബ്രോ എന്താണിത്? വണ്ടി ഒരു പ്രശ്നമില്ല കേട്ടോ. വണ്ടി സെറ്റ് വണ്ടി. ഞാനൊന്നും ചെയ്യേണ്ടിരുന്നാ മതി. ഇതിപ്പോ തന്നെ വിൽക്കന്നെ ഫ്രഷ് ആയിട്ട് വിൽക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. വണ്ടി 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 പട്ടക്കണ വണ്ടി. പോയി കാർപ്പൂർ സെയിൽ ചെയ്യാനായിട്ട്. ഇത് 8,000 രൂപയാണ് നമുക്ക് വാങ്ങിച്ചത്. ഇതെന്തായാലും 10,000-ന് പോവും. 1,000 ഒന്നും ഇടല്ലേ മോനെ. ആജാ എല്ലാവരും വരൂ. എല്ലാവരും കടന്നു വരൂ. കടന്നു വരൂ. കടന്നു വരൂ. കടന്നു വരൂ. കടന്നു വരൂ. കടന്നു വരൂ. പെടക്കണ വണ്ടി. പെടക്കണ വണ്ടി. ബിഗ് സെയിൽ ബിഗ് സെയിൽ ബിഗ് സെയിൽ ബിഗ് സെയിൽ ബിഗ് സെയിൽ. വരൂ ചേട്ടാ. ചേട്ടാ വണ്ടി വേണോ? ചേട്ടാ ചേട്ടി. ചേട്ടാ 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 വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പിച്ചക്കാരനാണ് എണീറ്റ് വന്നിക്കണേ. It'll take a minute. I will take at the price. എന്റെ മോനെ ആകെ മൊത്തം ഓൺലി പ്രോഫിറ്റ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് കാണുന്നവരെ ബായ്. അപ്പോ ആപ്പിളും ബൈ.